നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇനി മുതൽ ഡിപ്പോകളിലും ബസ്സുകളിലും രാഷ്ട്രീയ പോസ്റ്ററുകൾ വേണ്ട. കർശന നിർദ്ദേശവുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കെ.എസ്.ആർ.ടി.സിയിൽ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കെ.എസ്.ആർ.ടി.സി ഡിപ്പോകൾക്ക് അകത്തോ ബസ്സിന് പുറത്തോ പോസ്റ്ററുകൾ ഒട്ടിക്കരുതെന്നാണ് നിർദ്ദേശം. നിർദ്ദിഷ്ട സ്ഥലത്ത് മാത്രം പോസ്റ്ററുകൾ ഒട്ടിക്കുക. താൻ ഉൾപ്പെട്ട പോസ്റ്ററുകൾ ആണെങ്കിൽ പോലും ഒട്ടിക്കുന്നതിൽ നിന്നും യൂണിയനുകൾ പിന്മാറണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അംഗീകൃതവും അംഗീകാരമില്ലാത്തതുമായ യൂണിയനുകൾക്ക് അവർക്ക് അനുവദനീയമായ സ്ഥലത്ത് മാത്രം പോസ്റ്റർ ഒട്ടിക്കാമെന്നാണ് നിർദ്ദേശം. പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ യുവ നഴ്സിന്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം പുന്തലത്താഴം സ്വദേശി അമൽരാജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയോടെ തിരയിൽപ്പെട്ട അമൽരാജിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തിരച്ചിൽ തുടർന്ന ഇന്ന് കൊല്ലം പോർട്ടിനുള്ളിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. വന്ദേ ഭാരതിന് നേരെ കല്ലേറ്, പ്രതിപിടിയിൽ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് കല്ലേറുണ്ടായത്. ഇന്ന് രാവിലെ 9:25 തൃശൂരിൽ വെച്ചാണ് സംഭവം. കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ല് പൊട്ടി. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായി പോലീസ് അറിയിച്ചു. സർക്കാർ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയാൽ കർശന നടപടി. വീണ ജോർജ്. സർക്കാർ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയാൽ കർശന നടപടിയെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർക്ക് പുറത്ത് പ്രാക്ടീസ് നടത്താൻ അനുമതിയില്ല. ഇത് കണക്കിലെടുത്ത് ഡോക്ടർമാർക്ക് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് സംബന്ധിച്ച് വിജിലൻസ് പരിശോധനയ്ക്കെതിരെ KGMO രംഗത്തെത്തി. ഡോക്ടർമാരെ അവഹേളിക്കുന്നുവെന്നാണ് KGMO ആരോപിക്കുന്നത്. ഡ്യൂട്ടി സമയത്തിന് പുറത്ത് പ്രാക്ടീസ് നടത്താൻ അനുമതിയുണ്ട്. വീടുകളിൽ കയറിയുള്ള പരിശോധന ഡോക്ടർമാർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ഡോക്ടർമാരെ അഴിമതിക്കാരായി ചിത്രീകരിക്കുന്നുവെന്നും KGMO ആരോപിച്ചു. 3ാം അംഗത്തിനായി നരേന്ദ്രമോദി. NDA പാർലമെന്ററി പാർട്ടി നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗാണ് പേര് നിർദ്ദേശിച്ചത്. അംഗങ്ങൾ കയ്യടിയോടെ നിർദ്ദേശത്തെ പിന്തുണച്ചു. അമിത്ഷാ തീരുമാനത്തെ പിന്തുണച്ചു. തുടർച്ചയായ 3ാം തവണയാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുന്നത്. ഞായറാഴ്ചയാണ് 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. മോദിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനത്തെ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU അധ്യക്ഷൻ നിതീഷ് കുമാറും പിന്തുണച്ചു.